നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ശ്രീ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ, ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ, ഇവരായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥികൾ. തനിക്ക് നേരിടേണ്ടി വന്ന കടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പത്മജയും അതുപോലെ തന്നെ ഭർത്താവും ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നു. മുരളിയേക്കാൾ കുറച്ചും കൂടി നയജാതിരിയും കുറച്ചും കൂടി പാഠവും ഒക്കെ ഉള്ളത് പത്മജയ്ക്കാണോ ഡോക്ടർ വേണുഗോപാൽ? ഞാനങ്ങനെ കമ്പയർ ചെയ്യുന്നതിൽ ഇഷ്ടപ്പെടുന്നില്ല. മുരളിക്കും എങ്കിൽ പോലും മുരളി കാലത്ത് തെളിയിച്ചല്ലോ മുരളി നല്ല കഴിവുള്ള നേതാവാണ്. പക്ഷേ അത് ശരിയാണ്, അച്ഛൻ്റെ പല ക്വാളിറ്റീസും പത്മജ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്നിലും തളരില്ല, ആരെന്ത് പറഞ്ഞാലും. ഞാനൊക്കെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. പെട്ടെന്ന് ഞാൻ ഡിപ്രസ്ഡ് ആവും. അതിനൊക്കെ ഈ രണ്ടുപേരെയും മുരളി അളിയനും അനുജനുമാണ്, പത്മജ ഭാര്യയാണ്, സഹധർമ്മിണിയാണ്. ലീഡറിനെ ഇവരറിയുന്ന പോലെ തന്നെ ഡോക്ടർക്കും അറിയാം. ഒരുപക്ഷെ മുരളി പല സമയത്തും ഈ പറഞ്ഞ പോലെ ലക്ഷ്യമില്ലാതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുമ്പോൾ പോലും പത്മജയ്ക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. എന്താണ് പൊളിറ്റിക്സ്, എന്താണ്, എങ്ങനെ പോകണം, ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. വളരെ ഞാൻ പറഞ്ഞില്ലേ, വളരെ ഏറ്റവും നല്ല സന്ദർഭമായിരുന്നു മുരളിക്ക്. ഈവൻ ഞങ്ങളൊക്കെ കേരളത്തിൽ മുഖ്യമന്ത്രിയാവുന്ന തന്നെ മുരളിക്ക് അവസാന കാലങ്ങളിൽ മുരളിക്ക് ഒരു കഴിവുണ്ടായിരുന്നു. നല്ലൊരു KPCC പ്രസിഡന്റ്, നല്ലൊരു മാസ് സപ്പോർട്ട്, ആദ്യത്തെ ഇമേജൊക്കെ പോയി മുരളി വളരെ പ്രസിദ്ധനായി, നല്ലപോലെ പ്രസംഗിക്കും, നല്ലപോലെ രാഷ്ട്രീയം അനലൈസ് ചെയ്യും. ആ ഒരു ചാൻസ്, അച്ഛന് ഏറ്റവും ഉന്നത പദവിയിലെത്താനുള്ള ചാൻസ് ആ കഷ്ടകാല സമയത്ത് തന്നെ ശരിക്കും അത് മിസ് ചെയ്തു പോയത്. അന്നത്തെ ആ കോൺഗ്രസ് ആയിട്ടുള്ള അകൽച്ചയും അതിൽ ഞാൻ അച്ഛനെ ഒരിക്കലും കുറ്റം പറയില്ല. അച്ഛൻ്റെ ദുഃഖങ്ങൾ ഞാൻ പലപ്പോഴും കണ്ടതാണ്. രാജ്യമുള്ളപ്പോൾ വീട്ടിൽ ആരോടും ചോദിക്കാതെ കയറി പോകുന്നത്. ഇവിടെ വരേണ്ട ഒരു ചോദ്യം, ലീഡർ കടതീർന്നൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. എന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ ലീഡർ കോൺഗ്രസ് വിട്ടുപോയി, NCPയുമായി ബന്ധപ്പെട്ടു. അതിനു മുമ്പ് സ്വന്തം പാർട്ടി ഉണ്ടാക്കി. അന്നും ലീഡറോടൊപ്പം നിന്ന പത്മജ, പക്ഷേ രാഷ്ട്രീയമായി ലീഡറോടൊപ്പം അല്ല നിന്നതിൽ പത്മജ ഒരു കോൺഗ്രസ്സുകാരത്തിയായിരുന്നു. എന്തുകൊണ്ടാണ് പത്മജയ്ക്ക് അങ്ങനെ തോന്നാൻ ഉള്ള കാരണം? ലീഡർ എടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്നതുകൊണ്ടാണോ? അല്ല, അക്കാര്യത്തിൽ ഞാൻ അച്ഛനോട് എന്നും എതിർത്ത് നിന്നിട്ടുള്ള ആളാണ്. പിന്നെ എനിക്ക് പാർട്ടിയിൽ ആക്റ്റീവ് ആവാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. കാരണം കോൺഗ്രസ് രാഷ്ട്രീയം എന്നല്ല, ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഇപ്പം ഞാൻ മാറി നിന്നാൽ, ആക്റ്റീവായിട്ട് ഞാൻ പാർട്ടിയിലേക്ക് പോയാൽ എൻ്റെ അച്ഛനും ചേട്ടനും ചീത്ത പറയേണ്ടി വരും. അതെനിക്ക് ഇഷ്ടമല്ല. കാരണം ഞാൻ കുടുംബ ബന്ധങ്ങളിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ അച്ഛൻ വേദനിക്കും. അച്ഛൻ വേദനിക്കുന്ന ഒരവസരവും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഡൽഹിക്കാരോടും പറഞ്ഞതാണ്, അതായത് എൻ്റെ അച്ഛന് വേറെ മകളുണ്ടായിരുന്നെങ്കിൽ നോക്കാൻ, ചിലപ്പോൾ എൻ്റെ തീരുമാനം വേറെ ആയേനെ. ഞാൻ ആക്റ്റീവായിട്ട് പാർട്ടിയിൽ നിന്നേനെ. ഞാൻ പക്ഷേ പാർട്ടി മെമ്പറായിട്ട് തന്നെ തുടർന്നു. പക്ഷെ ആക്റ്റീവ് പൊളിറ്റിക്സ് ഞാൻ മാറിയിരുന്നു. അപ്പോൾ അവരെനിക്ക് പല ഇതും വാഗ്ദാനം ചെയ്തിരുന്നു. അതെല്ലാം തള്ളിക്കളഞ്ഞിട്ടാണ് ഒരു മകളായിട്ട് മാത്രം ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നത്. അതിലെനിക്ക് വിഷമമില്ല. കാരണം എന്താ പറയുക, എൻ്റെ മനസാക്ഷിയാണ് എനിക്ക് വലുത്. എല്ലാവരും എന്നോട് ചോദിച്ചു, രാഷ്ട്രീയമായിട്ട് ചെയ്യുന്ന വിഡ്ഢിത്തരല്ലേ, പാർട്ടിയിൽ നിൽക്കുകയും ചെയ്യുക, ആക്റ്റീവായിട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു, പാർട്ടിയിൽ നിൽക്കുന്നത് എന്നെ കുട്ടിക്കാലം തൊട്ട് കോൺഗ്രസിൻ്റെ മഹത്വം മുഴുവൻ പറഞ്ഞു പഠിപ്പിച്ച അച്ഛനാണ്. അതെ, പക്ഷേ പത്മജ ഈ പറഞ്ഞ പോലെ അച്ഛനെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അമ്മയും അച്ഛനുമായിരുന്നു. അതെ, രണ്ടുപേരും. പിന്നെ അച്ഛൻ ഒരിക്കലും അച്ഛൻ്റെ മനസ്സിൽ കോൺഗ്രസ് പോയിട്ടില്ല. അതെ, പക്ഷേ എങ്കിൽ പോലും അച്ഛൻ ക്രൂഷ്യലായിട്ടൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തപ്പോൾ പത്മജ അച്ഛൻ്റെ ഒപ്പം പോയില്ല എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഭയങ്കര ഞെട്ടലായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ എന്നെ അറിയായിരുന്നു. എനിക്ക് തോന്നുന്നത് അച്ഛൻ മനസ്സുകൊണ്ട് അതിന് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരിക്കലും എന്നെ നിർബന്ധിച്ചിട്ടില്ല അച്ഛൻ്റെ കൂടെ. എനിക്ക് തോന്നുന്നു പത്മജയ്ക്ക് തോന്നിയത് ഒരുപക്ഷെ മുരളി അച്ഛനെ തെറ്റിദ്ധരിപ്പിക്കുന്നു, ഏട്ടൻ അച്ഛനെ വഴിതെറ്റിക്കുന്നു എന്നുള്ളൊരു ഒരു തോന്നൽ എവിടെയൊക്കെയോ പത്മജയ്ക്ക് ഉണ്ടായി. അല്ല, അങ്ങനെയല്ല. അത് മറ്റേ മുരളിയേട്ടനെയാണ് പലരും, മുരളിയേട്ടൻ സത്യം പറഞ്ഞാൽ എന്താ പറയുക, കള്ളത്തരങ്ങളൊന്നുമില്ല. അത് പിന്നെയും കുറച്ച് രാഷ്ട്രീയമായിട്ട് കള്ളത്തരങ്ങൾ എനിക്കാന്ന് തോന്നും. കാരണം എനിക്ക് വരുന്നവരെ കള്ളത്തരം മനസ്സിലാവും. മുരളിയേട്ടൻ അക്കാര്യത്തിൽ ശുദ്ധനാണ്. അപ്പോൾ കുറേ പേർക്ക് മുരളിയേട്ടനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റി. ആ തെറ്റിദ്ധരിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടാണ് മുരളിയേട്ടൻ മാറിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മകനെ ഒറ്റയ്ക്ക്, എത്രയായാലും ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മക്കളോട് അത്രയും സ്നേഹമുള്ളൊരു അച്ഛനായിരുന്നു. അപ്പം അച്ഛന് മുരളിയേട്ടനെ ഒറ്റയ്ക്ക് വിടാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം പാർട്ടി വിട്ട് പോയത്. അല്ലാണ്ട് ഒരിക്കലും അച്ഛൻ ആ ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നു ഫാമിലി തന്നെ തകർന്നു പോയി. ഇവൻ ഡൽഹി പോയി കഴിഞ്ഞാൽ അച്ഛനെ അവിടുത്തെ വലിയ വലിയ നേതാക്കന്മാരെ ഒന്നും ഫോണിൽ കിട്ടാൻ പറ്റാത്തൊരവസ്ഥ. അച്ഛൻ കാണാൻ വേണ്ടി എത്ര ദിവസം ഞാൻ കണ്ണീരെ കണ്ടിട്ടുണ്ട് അച്ഛന് അവിടുത്തെ വലിയ നേതാക്കന്മാരെ അവസാനമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുടുംബത്തിന്റെ ആ ഒരു ഐക്യവും അഖണ്ഡതയൊക്കെ അങ്ങോട്ട് പോയി. വേണമെങ്കിൽ ഞാൻ ആ കാലഘട്ടത്തിലെ 2-3
ഏടുകൾ കാണിച്ചു നോക്കട്ടെ. കെ കരുണാകരൻ്റെ മകന് ഇത്രയും ദുഷ്ടനാവാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കെ കരുണാകരനായാലും അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, രണ്ടുപേരും രണ്ടു വിധത്തിൽ നല്ല മനസ്സിന് പേര് കേട്ട ആൾക്കാരാണ്. അങ്ങനെയുള്ളൊരു ആളുടെ മകൻ എങ്ങനെ ആവോ? ആ കാലഘട്ടത്തിൽ പത്മജയുടെ പ്രതികരണമാണ്. ആ ഒരു രാഷ്ട്രീയ സംഭവവാസങ്ങൾ കുടുംബത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തിന്റെ പ്രതിഫലനമാണ്. വേറെ അടുത്ത് കാണിച്ചതാ വരട്ടെ. ഞാൻ സത്യത്തിൽ വിചാരിച്ചു ഒരുപക്ഷെ മുജ്ജമ്മത്തിൽ എനിക്ക് ശത്രുക്കളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാകാം ഈ ജന്മത്തിൽ ഇങ്ങനെ ശത്രുക്കൾ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മുജ്ജമ്മ ഒരു ശത്രു, മുൻജന്മത്തിന് ശത്രു ഉണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം ഒരു മുജ്ജമ്മ ശത്രു എൻ്റെ സഹോദരിയായി ജനിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ആ പറഞ്ഞ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. മുൻജന്മ ശത്രു എന്റെ സഹോദരിയായി ജനിച്ചിരുന്നു എന്നാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു നിമിഷം പോലും പത്മജ ഒരാളെ അടുത്ത് മുരളിയുടെ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരു പത്രക്കാർ വന്നാലാവട്ടെ എന്നും വളരെ തന്നെ ഇന്റർവ്യൂവിൽ ഞാൻ വല്ല കുറ്റം പറഞ്ഞു. ഡോക്ടർ ഇടപെട്ടോ ഈ ഒരു? എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എനിക്ക് വളരെ വിഷമമായിരുന്നു. ആളെ ഒറ്റ മകനായതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു നമ്മളെ ബന്ധം എനിക്കറിയാം. ഒരു രാത്രി ഞാൻ പറഞ്ഞതേ കിടക്കുള്ളൂ, 12-1 മണി ഒരു സംസാരിച്ച് തമാശയും പറഞ്ഞൊരു മുകളിലിരിക്കും. ഞാൻ പിന്നെ വന്ന് എനിക്ക് നാളെ കാലത്ത് പോകണം, വന്ന് കിടക്കാൻ പറഞ്ഞാൽ വന്ന് കിടക്കാറുള്ളൂ. അങ്ങനെയൊക്കെ അത്രയും അടുപ്പമുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ വന്നു ഭവിച്ച ദുരന്തങ്ങളാണ്. ഭയങ്കര ദുരന്തമായിരുന്നു, ഭയങ്കര ദുരന്തം. പക്ഷെ അച്ഛന്റെ മരണം വേണ്ടി വന്നു അത് തീരാൻ. അന്ന് മുൻജന്മ ശത്രുവായി എൻ്റെ സഹോദരി ജനിച്ചു എന്ന് പറഞ്ഞ മുരളി ഇന്ന് എന്ത് പറയുന്നു നോക്കാം. വരട്ടെ. അതാണ് മുരളി. അച്ഛനും അമ്മയും മരിക്കുമ്പോൾ ഞങ്ങൾ മരിക്കുന്നവരെ രണ്ടുപേരും ഞങ്ങളോട് പറഞ്ഞത് കുടുംബം ഒരുമിച്ച് പോകണം, മറ്റെന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും കുടുംബം ഒരുമിച്ച് പോകണം എന്നാണ്. ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പുതിയ പുതിയ അംഗങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോഴും നഷ്ടപ്പെട്ടു പോയ അച്ഛൻ്റെയും അമ്മയുടെയും വേർപാട്, അതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക ദുഃഖം എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും സന്തോഷത്തോടെയും സംതൃപ്തിയോടും കൂടിയാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇപ്പം അങ്ങനെയാണ് ശരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്കൊരു പനി വന്നാൽ പോലും ഒരു 2-3 പ്രാവശ്യം വിളിക്കും. ഇനി വിളിക്കാൻ പറ്റില്ലെങ്കിൽ ഭാര്യനെ പറഞ്ഞേൽപ്പിക്കുക, അവൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണം. അപ്പോൾ ആൾ പറയണമെന്ന് വെച്ചാൽ മറ്റേത് അച്ഛനുണ്ട് എന്നൊരു തോന്നലായിരുന്നു നോക്കിയില്ല. ഇപ്പം അങ്ങനെയല്ല, ആൾക്കും ആരും ഇല്ല, എനിക്കും ഇല്ല അച്ഛനും അമ്മയും. അപ്പോൾ ആ ഒരു ബന്ധം ഇപ്പം അതുകൊണ്ട്. പക്ഷെ അതിന് അച്ഛൻ മരിക്കേണ്ടി വന്നു എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അച്ഛനൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ അവസാന നിമിഷം അച്ഛൻ മരിക്കുന്നതിന് അച്ഛന് ഓർമ്മയുള്ള സമയത്ത് അവസാനം മുരളിയേട്ടൻ വന്നപ്പോൾ ഇങ്ങനെ അന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല അച്ഛനെ. ഇങ്ങനെ നോക്കി അച്ഛനൊരു ചിരി ഇരിച്ചു. എന്താണ് എൻ്റെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴും ആലോചിച്ച് എനിക്ക് അർത്ഥം കിട്ടില്ല. അതായത് മരിക്കുന്നതിന് ഏതാനും ദിവസം അച്ഛൻ്റെ ഓർമ്മ പോകുന്നതിന് മുമ്പ്. അപ്പം മുരളിയേട്ടനെ എന്നെയും കണ്ടു. എന്നിട്ട് ഒന്നും മിണ്ടിയില്ല. മുരളിയേട്ടൻ്റെ കൈയും എൻ്റെ കൈയും കൂടി പിടിച്ചിട്ട് നെഞ്ഞത്ത് ഇങ്ങനെ വെച്ചു. നെഞ്ഞത്ത് വെച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ചു. പിന്നെ അച്ഛൻ സംസാരിച്ചിട്ടേ ഇല്ല. വലിയൊരു സന്ദേശം നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നതാണ്. അത് മുരളിയേട്ടനത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ മുരളിയേട്ടനും ഒരിക്കലും വിചാരിച്ചില്ല. നമ്മളല്ലേ അച്ഛനൊരു ചിരഞ്ജീവി എന്നുള്ള മട്ടിലായിരുന്നു. കാരണം ആ 92 വയസ്സ് വരെ നല്ല ആരോഗ്യമായിട്ട് എല്ലാവരോടും തമാശ ഇതൊക്കെ പറഞ്ഞ ആള് പെട്ടെന്നൊരു ദിവസം പോകുന്ന ആള് മനസ്സിലാക്കിയില്ല. അതോടുകൂടി മുരളിയേട്ടൻ അച്ഛൻ മരിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വളരെ കൂളായിരുന്നു. കാരണം എനിക്ക് അറിയാമായിരുന്നു, എനിക്ക് ചെയ്യേണ്ട കടമയൊക്കെ ഞാൻ ചെയ്തു. ത്തിൽ നിന്ന് പെട്ടെന്ന് ലീഡർ മാഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന ഇപ്പോഴത്തെ ഈ ശൂന്യതയെ പത്മജ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? അല്ല, അതൊരു മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഒരു അനിവാര്യതയാണെന്ന് പത്മജയ്ക്ക് അറിയാമായിരുന്നു. അതെ, അറിയാം, തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും റിയാലിറ്റി എപ്പോഴും ഞാൻ മനസ്സിൽ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ മരണം എനിക്ക് പെട്ടെന്നൊരു ഷോക്കൊന്നും ഉണ്ടാക്കിയില്ല. എനിക്കൊരു സമാധാനം, എനിക്ക് നന്നായിട്ട് എൻ്റെ അച്ഛനെ നോക്കാൻ പറ്റി, അവസാന നിമിഷം വരെ നോക്കാൻ പറ്റി. ഒരു മകള് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കടമ ഞാൻ അച്ഛനോട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ എനിക്ക് ശൂന്യത തോന്നണില്ല. കാരണം എവിടെ ചെന്നാലും കരുണാകരൻ്റെ മകൾ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടുന്ന സ്നേഹം അച്ഛൻ ജീവിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ പണ്ടൊക്കെ സ്ത്രീകൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഒരു നോട്ടം നോക്കും, അതായത് അടുത്ത് വരാനൊരു മടി. ഇപ്പം അങ്ങനെയല്ല, സ്ത്രീകൾ പോലും എൻ്റെ അടുത്ത് വന്ന് കൈ പിടിക്കുകയും സ്നേഹമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ സ്വത്ത് അച്ഛനും മക്കൾക്ക് തന്നു പോകാനില്ല. അങ്ങനെ ഒരു പത്മജ ഇതിനകത്ത് 2 ഭാഗമാണ്. ഒന്ന്, ഒരുപക്ഷെ മുരളിയോടും പത്മജിയോടുമുള്ള ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണ മാറാൻ ലീഡറുടെ മരണം വേണ്ടി വന്നു. അതായത് ലീഡർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ശക്തനായി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സംശയത്തിന്റെ ഇതിലുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടാവിളക്ക് അപ്രത്യക്ഷമായി എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യം. അതായത് നിങ്ങൾക്ക് ഏത് ദുർഘടസന്ധിയിലും
ലീഡർ ഉണ്ട് എന്നുള്ളത് വലിയൊരു ബലമായിരുന്നു. അതെ അതെ അതെ. അത് പോയി. അപ്പം സ്വാഭാവികമായിട്ടും ഇത്രയും ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ വളരെ ക്ലോസ് നെറ്റായ ഒരു ഫാമിലി ആയിരുന്നു. ലീഡറിന് രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന അതേ അഭിവാഞ്ചയും താല്പര്യവും ഫാമിലിയോടുണ്ട്. അതെ അതെ അതെ. അയ്യോ നല്ലോണം അത്രയും എന്നാ കാരണം ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. നിങ്ങളൊക്കെ വരുമ്പോൾ മൂപ്പരുടെ മുഖത്തുണ്ടായിരുന്ന പ്രകാശം, സന്തോഷം സാധാരണ രാഷ്ട്രീയ നേതാക്കളെ പോലെയല്ല. അദ്ദേഹത്തിന് അത് ഒരു വലിയൊരു എന്താ പറയുക ആശ്വാസമായിരുന്നു. അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്നൊരു വിടവ് ചെറുതല്ല. അയ്യോ ഞാൻ ഒരു രാഷ്ട്രീയ ഒരു ലീഡർ പോയി എന്നുള്ളതല്ല, എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു അച്ഛൻ. അതായത് നമുക്ക് എന്തും തുറന്നു പറയാവുന്ന ഒരു നല്ല സുഹൃത്ത്. സിനിമക്കാരിയാണെങ്കിലും ക്രിക്കറ്റാണ്, ഇവർ രണ്ടുപേരും കൂടി ഇന്ന് ക്രിക്കറ്റൊക്കെ പറയാനായിട്ടാ തോന്നും. അച്ഛൻ ഈ പ്രായമായിട്ടുള്ള അത്രയും ആ ചെറുപ്പത്തിലേക്ക് ഇറങ്ങി വരും അച്ഛൻ. പിന്നെ കാറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര കാറുകളോട് ഭയങ്കര ക്രേസ്. അപ്പോൾ എൻ്റെ ഭർത്താവിനും ഈ ഒരു സൂക്കേട് കുറച്ചുള്ളതുകൊണ്ട് രണ്ടുപേരും കൂടി അതാണ് ഡിസ്കസ് ചെയ്യുക. പുതിയൊരു വണ്ടി വാങ്ങിയ അച്ഛൻ കാറിൽ കയറി ആളുടെ കൂടെ ആൾ ഡ്രൈവ് ചെയ്യും, അച്ഛൻ മുമ്പിലിരുന്ന് പോവും. അങ്ങനെയൊക്കെ വളരെ ജോളി ആയിട്ടുള്ള. അപ്പം അങ്ങനെ ഒരാൾ പോയപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം പറയാനുള്ള ഒരാൾ ഇപ്പോഴും ആ വീട്ടിൽ ചെന്ന് ആ മുറിയിലേക്ക് നോക്കുമ്പോൾ സങ്കടം. ഞാൻ അതുകൊണ്ട് ആ മുറി അടച്ചിട്ടിരിക്കും. മറ്റേതിങ്ങനെ ഞാൻ വരുമ്പം ഞാൻ കള്ളത്തരം പറയും, ലേറ്റ് ആയിട്ടാണ് പുറപ്പെട്ടെ എന്നില്ലെങ്കിൽ ഇങ്ങനെ മണിക്കൂർ നോക്കും. ഇത്ര മണിക്കൂർ എവിടെ എത്തിയെന്നൊന്ന് വിളിച്ചു നോക്കുമെന്ന്. അപ്പം ഞാൻ എത്തുമ്പം കള്ളത്തരം പറഞ്ഞിട്ട് ലേറ്റ് ആയിട്ട് ഒരു നോട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒറ്റ ചാട്ട അച്ഛനെ കാണാണ്ട് നേരെ മുകളിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ അവിടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അതൊക്കെ ഓർമ്മ വരും നമുക്ക്. ആ കാത്തിരിക്കാനുള്ളൊരു അതൊക്കെ ഭയങ്കര അതൊന്നും സാധാരണ ഒരു അച്ഛനും അമ്മയും കൂടിയിട്ടുള്ളായിരുന്നു അച്ഛൻ. ശരിക്കും ഒരാൾ വരുന്നു, അദ്ദേഹം ഒരു ജീവിത യാഥാർത്ഥ്യം പറയാണ്. രാഷ്ട്രീയമായിട്ട് പല കാര്യങ്ങളും പലപ്പോഴും ലീഡർ ജീവിച്ചിരുന്ന സമയത്ത് ലീഡറോട് പറയാൻ അവസരം ലഭ്യമാകാത്ത പല സന്ദർഭങ്ങളിലും പത്മജ വഴിയാണ്, അല്ലെങ്കിൽ പത്മജ ചേച്ചി വഴിയാണ് നമ്മൾ ഒക്കെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളൊക്കെ ലീഡറുടെ മുമ്പിൽ കാര്യങ്ങൾ പലപ്പോഴും അവതരിപ്പിക്കുന്നത്. അത് കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോൾ തന്നെ ലീഡറോട് വിശദീകരിക്കുവാനും ഇന്നയാളിനെ പറഞ്ഞു, ശിവകുമാറിനെ പറഞ്ഞു, ഇതാണ് അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുവാൻ വളരെ ലീഡർ എത്ര ടെൻഷനിലിരുന്നാലും ഒക്കെ അവതരിപ്പിക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. അത് മകളെന്നുള്ള രീതിയിൽ ലീഡർ ഏത് സന്ദർഭത്തിലും അത് കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും ലീഡർ പലപ്പോഴും തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. ശിവകുമാറിന്റെ ഒക്കെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് യഥാർത്ഥത്തില് ലീഡർ അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത ഒരുപാട് വ്യക്തികളെ ഇവരൊക്കെ കുട്ടികളായിട്ട് ഞങ്ങൾ കണ്ടല്ലോ. ഞാൻ കല്യാണം ചെല്ലുമ്പോൾ രമേശ്, ശിവകുമാറൊക്കെ ചെറിയ കുട്ടികളായിട്ട് നടക്കുന്ന എത്രയോ കണ്ടിട്ടുള്ളതാണ്. അത് അച്ഛൻ ഇലക്ഷൻ എടുക്കുന്ന സമയത്താണ് ശിവകുമാർ ട്രിവാൻഡ്രത്ത് നിന്ന്. അപ്പോൾ ശിവകുമാറിന് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോകുന്നവരുന്ന് അങ്ങോട്ട് പോവാം. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ പോയാൽ എങ്ങനെയാണ്, അച്ഛൻ കാൻഡിഡേറ്റ് ഇവിടെ ഇല്ലെങ്കിൽ നമ്മളെന്ത് ഉത്തരം പറയും? അതല്ല, ശിവകുമാർ ജയിക്കണം, നല്ല ചെറുപ്പക്കാരനാണ്, അതുകൊണ്ട് ഞാൻ എങ്ങനെയാലും ജയിക്കും. കാരണം അത്ര ജനങ്ങളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അച്ഛന്. ആ പറഞ്ഞ ആൾ 3 ദിവസം ട്രിവാൻഡ്രത്ത് പോയി നിന്നു, ശിവകുമാറിന് വേണ്ടി അങ്ങ് പ്രചരണത്തിനാണ് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അയ്യോ ഇവിടെ ഇനി അച്ഛൻ ഇല്ലാണ്ട് ഞാൻ എന്ത് ഉത്തരം പറയും ഇവരോട്. അന്നൊക്കെ ഞാനാണ് അച്ഛൻ്റെ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്. അന്ന് EMSന്റെ മകനാണ് വന്നിരുന്നത് അച്ഛനെതിരെ. അപ്പോൾ അന്ന് ശിവകുമാറിന് വേണ്ടി 3 ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരൊറ്റ പോക്കിലാണ് അന്ന് ശിവകുമാർ ഭയങ്കര ഭൂരിക. കാരണം എവിടെയാണ് വീക്ക്നെസ് എന്ന് അച്ഛനറിയാം, ആ വീക്ക്നെസ്സിൽ പോയി പിടിക്കാനും അറിയാം. അങ്ങനെ പോയി നിന്ന് ജയിപ്പിച്ചതാണ് ശിവകുമാറിനെയൊക്കെ. പക്ഷെ ഈ അച്ഛൻ പലപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ തളർന്നു വീഴുകയും ചെയ്തു. കെ കരുണാകരനെ പോലുള്ള വലിയൊരു അധികായകൻ തെരഞ്ഞെടുപ്പ് തട്ടകത്തിൽ ഇങ്ങനെ വീഴുമെന്നാരും വിചാരിച്ചില്ല. എനിക്കൊന്ന് ആ കുടുംബത്തിൽ ഏതൊക്കെയോ സമയത്ത് വലിയ ദുരന്തങ്ങൾ സംഭവിച്ചു. പക്ഷെ അച്ഛൻ ഇലക്ഷനെ തോറ്റ സമയത്ത് ഞാൻ അന്ന് തൃശ്ശൂരുണ്ടായിരുന്നു കുറച്ച് ദിവസം. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ പോക്ക് ശരിയല്ല, എവിടേക്കോ എന്തൊക്കെയോ കാരണം ഞാൻ കുട്ടിക്കാലം തൊട്ട് കാണുന്നതല്ലേ. കാരണം ഒരിക്കലും ഇലക്ഷൻ്റെ സമയത്ത് അച്ഛനെ വീട്ടിൽ കണ്ടിട്ടില്ല. ഇലക്ഷൻ തുടങ്ങിയാൽ റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസമാണ് അച്ഛൻ വീട്ടിലെത്തുക. കാരണം രാത്രി ലേറ്റായിട്ട് വന്ന് കിടക്കും, അല്ലെങ്കിൽ മാളെ തന്നെ കിടക്കും. അങ്ങനെയുള്ള ആൾ തൃശ്ശൂർ പാർലമെൻറ്റ് ഇലക്ഷന് രാമനിലയത്ത് തന്നെ ഇരിക്കുക. ചോദിക്കുമ്പോൾ കൂടെയുള്ളവർ പറയും വരണ്ട, ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ കാറെടുത്തൊക്കെ ഒന്ന് കറങ്ങിയപ്പോൾ എനിക്ക് പ്രശ്നമാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ചൂടായി, നീയാണോ എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരണേ? ഞാൻ പറഞ്ഞു ഒരു കാര്യമുണ്ട്, ചെറിയ ആൾക്കാർ പറഞ്ഞാലും കേൾക്കണം, അതുകൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനും അന്നത്തെ കൗണ്ടിങ്ങിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. എനിക്കറിയാം, വെളുപ്പിന് 1 മണി കഴിഞ്ഞ ശേഷം അച്ഛൻ്റെ ഏജന്റ് പോലും പോളിംഗ് ഇതിലുണ്ടായിരുന്നു. 1200 വോട്ടിന് ശരിക്കും സപ്പോർട്ടായിരുന്നു. ഞാൻ രാഷ്ട്രീയക്കാരല്ലാണ്ട് പറയണത് റിയൽ സപ്പോർട്ടായിരുന്നു. അച്ഛൻ ജയിക്കേണ്ട ഇലക്ഷൻ ആയിരുന്നു അത്. പക്ഷെ പത്മജ അങ്ങനെ പറഞ്ഞെങ്കിലും ലീഡറിന് ഒരിക്കലും ലീഡറിനെ പോലുള്ള ഒരാളെ തൃശ്ശൂർ എന്നുള്ളത് അതും
ലീഡറുടെ ഏറ്റവും വലിയ തട്ടകത്തിൽ അല്ല, അച്ഛൻ തൃശ്ശൂർ പണ്ട് എനിക്ക് തോറ്റവും തൃശ്ശൂരാണ്. അതായത് അന്ന് പക്ഷെ അച്ഛന് ടൈഫോയിഡ് വന്നു. അതായത് നോമിനേഷൻ കൊടുത്ത് അങ്ങനെ അന്ന് പോയി കിടന്നത് അച്ഛൻ പാർട്ടി ഇതിന് പോകാൻ പറ്റിയില്ല. എന്നിട്ടും തുച്ഛമായ വോട്ടുകൾക്കാണ് തോറ്റിട്ടുള്ളത്. അപ്പം തൃശ്ശൂർ എന്നും ഒരടികൾ കൊടുത്തിട്ടുണ്ട് അച്ഛൻ. ഇത്രയും തൃശ്ശൂരുകാരെ അച്ഛൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മരിച്ചു പോയി കിടക്കുന്നത് പോലും തൃശ്ശൂർ വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് ആ വീട്ടിൽ തന്നെ അച്ഛൻ അടക്കിയത്. അത്രയും തൃശ്ശൂരുകാർ, എൻ്റെ തൃശ്ശൂർ കണ്ണൂരെ ജനിച്ചെങ്കിലും അച്ഛനിഷ്ടം തൃശ്ശൂരാണ്. പിന്നെ അച്ഛനൊരു ഇഷ്ടം പറഞ്ഞിട്ടുള്ള സ്ഥലം തിരുവനന്തപുരമാണ്. അവസാന കാലങ്ങളിൽ തിരുവനന്തപുരം വിട്ടുപോകാൻ വലിയ സങ്കടമായിരുന്നു അച്ഛന്. എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തെ കുറേ ഈ പറഞ്ഞ മാതിരി സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദിവസം മാത്രം പറഞ്ഞു, അയ്യോ അവൾ അവിടെ പോയി കിടക്കണോണ്ടാണ് ഞാൻ പോണത് തൃശ്ശൂരിലെ, ചിലപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ആയിപ്പോയതിന് എൻ്റെ അവസാനം. അപ്പോൾ അത്രയും ഈ രണ്ട് ആൾക്കാരെയാണ് കൂടുതൽ എനിക്ക് അച്ഛനിഷ്ടം തോന്നിയിട്ടുള്ള രണ്ട് ജില്ല. ഇപ്പം ലീഡറുടെ ഒരു എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ അക്യൂമെൻ, ലീഡർഷിപ്പ് എബിലിറ്റി, അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ആ ഷൂഡ്നെസ്, ഇതൊക്കെ ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ മാത്രമല്ല കേരളത്തിൻ്റെ വികസനത്തെയും ഒരുപാട് പരിപോഷിപ്പിച്ചു. ഇന്ന് അങ്ങനത്തെ ഒരു ലീഡർഷിപ്പ് കാണുന്നില്ല. ഇപ്പം പത്മജ ഒരുപാട് കാലം KTDCയുടെ ചെയർപേഴ്സണായിരുന്നു. ഇതിനകത്തൊരു പൊളിറ്റിക്കലി ലോഡർ ക്വസ്റ്റ്യൻ അല്ല. ഞാനൊരു എന്താ പറയണ്ടേ, കേരളത്തിൻ്റെ ഒരു പ്രജ എന്ന നിലയിൽ ഡോക്ടറെ പോലെ ഉള്ള രാഷ്ട്രീയ നിരീക്ഷകൻ എന്നതിൽ ഞാൻ ചോദിക്കുകയാണ്. കേരളത്തിൽ ഇൻഡസ്ട്രീസ് ഒന്നുമില്ല, മാനുഫാക്ചറിങ് ഇല്ല, ഒന്നുമില്ല. കേരളത്തിൽ ആകെയുള്ളത് അല്പം ടൂറിസമാണ്. അതും പോകും. എന്താ പത്മജ, എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, 2-3 വ്യക്തികളുടെ വൈകാരികമായിട്ടുള്ള വിക്ഷോഭം കൊണ്ട് അതിൽ തടവിൽ കിടക്കേണ്ട ഒരു ഭൂപ്രദേശമാണോ കേരളം? അല്ല, പക്ഷെ ഞാൻ പറയട്ടെ, ഈ മദ്യ ദുരന്തം നമ്മളിപ്പോൾ എത്രയോ കാണുന്ന, പ്രത്യേകിച്ച് ഞാനൊക്കെ ഈ ചാലക്കുടി ഭാഗത്ത് ഇലക്ഷനൊക്കെ നിന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് അവിടുത്തെ അറിയാം. ഏറ്റവും കൂടുതൽ മദ്യം ഉള്ള സ്ഥലമാണ് ചാലക്കുടി. അവിടേക്ക് എത്ര കുടുംബങ്ങളാണെന്നറിയാം നശിച്ചിട്ടുള്ളത്. ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് എനിക്ക് ബഹുമാനം തോന്നിയൊരു നിമിഷം എന്താണെന്ന് വെച്ചാൽ, പല സിസ്റ്റർമാരുണ്ട്, ഇത്ര കുടുംബങ്ങളെ ഏൽപ്പിക്കുക അവർ. അതായത് കള്ളുകുടിയിൽ നിന്ന് അവരെ മാറ്റി ബോധവൽക്കരണം, അതാണ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ ഈ മദ്യനയത്തിന് മുമ്പ് ചെയ്യേണ്ടിയിരുന്ന ഒരു ബോധവൽക്കരണം നടത്തി. എന്താ ഡോക്ടർ ഇത് ഞാൻ മനസ്സിലാക്കണത്, എനിക്കും എൻ്റെ ഒരു അഭിപ്രായം, എനിക്ക് ഒരു ഷോയിൽ പറയുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഗുരുതരമായ സെറ്റ് ബാക്ക് കേരളത്തിൽ. തീർച്ചയായിട്ടും ആദ്യത്തെ 412 എന്നുള്ള നമ്പർ ഉണ്ടല്ലോ, ഒരു മാജിക്കൽ നമ്പർ, അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഇത് സക്സസ് ആയിരുന്നു. എന്നുവെച്ചാൽ അത് തീർത്തും നമ്മളീ പോകുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ ഞാൻ മദ്യപിക്കാൻ ബാറിൽ പോലെ മദ്യപിക്കാറില്ല, പക്ഷേ ആ 412 സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും വൃത്തിയായിട്ട് അന്തരീക്ഷവും, അതൊരു നല്ല കമ്മിറ്റി, ഹൈക്കോടതി പറഞ്ഞ കമ്മിറ്റി വെച്ച് അന്വേഷിച്ച് അത് നല്ലതിനെ നിർത്തി ഇത് ടോട്ടലായിട്ട് ബാൻ ചെയ്യാൻ പാടില്ല, ഒരിക്കലും പാടില്ല. മനുഷ്യ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ വേണമല്ലോ. ഞങ്ങൾ വീട്ടിലെന്നും വഴക്കുണ്ടാവുന്നതാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എവിടെ മദ്യനിരോധനം നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഇതിനകത്ത് വരാൻ പോകുന്നത് അറിയോ? 10,000 കോടി രൂപ കേരളത്തിൽ നഷ്ടപ്പെട്ടു. റവന്യൂ, സർക്കാർ ജീവനക്കാർക്ക് ഇവിടെ ശമ്പളം കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെ നികുതി വർദ്ധിക്കണം. ഇവിടെ ഒരു വ്യവസായവും വരാൻ പോകുന്നില്ല, ഒരു IT പാർക്കും വരാൻ പോകുന്നില്ല, ഒരു ഹോട്ടൽ. മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് മദ്യത്തിൽ നിന്ന് വരുന്ന വരുമാനത്തെക്കാളും കൂടുതലാണ് മദ്യ ദുരന്തത്തിന് വേണ്ടി ചെലവാക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇതൊരു ലാഭമല്ല. മദ്യ ദുരന്തത്തെ ഒഴിവാക്കാനും കഴിയില്ല. എന്താ കാരണം വെച്ചാൽ ഈ 10,000 കോടി രൂപയുടെ വരുമാനം വേറെ ആൾക്കാർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഇല്ലിസിറ്റ് ലിക്കറൂടെ വരും. തീർച്ചയായിട്ടും ശൂന്യത ആർക്കെങ്കിലും അല്ല, അത് തടയാനുള്ളൊരു ഇത് ഉണ്ടെങ്കിൽ മാത്രമേ. ലോകത്തിൽ അമേരിക്കൻ ഭരണകൂടം പോലും ശ്രമിച്ച്, ആന്ധ്രയിൽ പോലും, അതായത് ഈ സമാന്തര സാമ്പത്തിക ഗുജറാത്ത് സാമ്പത്തിക വ്യവസ്ഥയെ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഗുജറാത്തിൽ എവിടെ പോലും ലിക്കർ വാങ്ങാൻ കിട്ടും, വില കൂടുതൽ കൊടുത്താൽ മതി. എന്നാലും അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പത്മജയെക്കാളും കൂടുതൽ ഫോർത്ത് ആയിട്ടുള്ള ഒപ്പീനിയൻ ഡോക്ടർ. അല്ല, അത് അദ്ദേഹത്തിന് പറയാം. കാരണം ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയക്കാരിയാണ്, ഞാനൊരു സ്ത്രീയാണ്. കാരണം ഒരു സ്ത്രീയുടെ ദുഃഖം ഏറ്റവും അറിയാവുന്ന ഒരു സ്ത്രീക്ക് തന്നെയാണ്. ആന്ധ്രാപ്രദേശിൽ ഈ നിരോധനത്തിന് വേണ്ടി വാശി പിടിച്ച അതേ സ്ത്രീകൾ തന്നെ പറഞ്ഞു, ദേവി ഇത് കൊണ്ടുപോവാ. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇവിടെ വ്യാജമദ്യം വരുന്നു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികളെ കയറി പിടിക്കുന്ന കൊട്ടേഷനും മാഫിയയും കൂടി ഇവിടെ വന്നു. അതെ, രണ്ടും വന്നു. അതൊക്കെ ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി ആലോചിച്ചിട്ട് വേണം ഈ തീരുമാനം. എന്തായാലും ടൂറിസത്തിന്റെ അമരത്തിരുന്ന പത്മജയെ പോലുള്ള ആൾക്കാർക്ക് ഒരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളിപ്പോ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഞാൻ പല വീടുകളിലും പോകാറുണ്ട്. എല്ലാ വർഷം പോകുമ്പോൾ അവിടെ ഒന്നും ഹാർഡ് ലിക്കർ ആരും ഉപയോഗിക്കാറില്ല. എല്ലായിടത്തും ഒരു ബിയറോ വൈനോ അതൊക്കെ. നമ്മൾ ഹാർഡ് ലിക്കർ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞു വെക്കണം, ഞങ്ങൾ വരുമ്പോൾ തരണം എന്നുള്ളത്. അങ്ങനത്തെ ആറ്റിറ്റ്യൂഡാണ് അവരുടെ. അപ്പോൾ അവരൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് പ്രകൃതി ഭംഗി കണ്ട് ഈ ചൂട്ടത്ത് ഇത്ര ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്ത് ഒരു ബിയർ പോലും കിട്ടാതെ വെച്ചാൽ ടൂറിസം ശരിക്കും തളരും. അനിൽകുമാർ പറഞ്ഞ വളരെ കറക്റ്റാണ്.
അല്ല, ടൂറിസം മേഖലയെ ബാധിക്കും. കാരണം ആകെയുള്ളൊരു മേഖല അതാണ്, ബാക്കിയൊന്നും ഇല്ല. അല്ല, ഗുജറാത്തിലെന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡസ്ട്രി ഉണ്ട്, ഇൻഡസ്ട്രി മാനുഫാക്ചറിംഗ് ഉണ്ട്. അവർക്ക് ഇതിന്റെ വരുമാനം വേണ്ട. മാത്രമല്ല അങ്ങനെ ഒരു സെക്ടർ വേണ്ട അവർക്ക്. അല്ല, ഇതിനൊരു എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടുപിടിച്ചിട്ട് വേണം ഇത് നിർത്താൻ. പക്ഷെ മദ്യം അല്ല, ഇതിപ്പോ രാഷ്ട്രീയത്തെ വൈകാരികമായി കണ്ടു കഴിയുമ്പോൾ ഭരണത്തിലിരിക്കുന്നവർക്ക് അങ്ങനെ വൈകാരിക ഇപ്പൊ ലീഡർക്ക് ഗുണമെന്ന് വെച്ചാൽ ഒരിക്കലും വികാര വിക്ഷോഭങ്ങളൊന്നും അദ്ദേഹത്തിന്റെ അതെ. ഇപ്പൊ ഞാൻ അവസാനം അച്ഛൻ്റെ കണ്ടിട്ടുള്ളത് മുന്നാർ ദൗത്യ സംഘം പൊളിക്കുമ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് പറഞ്ഞു, ഇത് പൊളിക്കുകയല്ല വേണ്ടത്, അതേപോലെ നിലനിർത്തി KTDCയോ കേരള ഗവൺമെന്റ് ഏറ്റെടുത്ത് അത് റൺ ചെയ്യുക. കോടതി വിധി വരുമ്പോൾ നശിപ്പിക്കാനാണെങ്കിൽ നശിപ്പിക്കുക, അല്ലെങ്കിൽ തിരിച്ച് അവർക്ക് കൊടുക്കുക. എന്തോ ഒരു ബുദ്ധി അച്ഛൻ പറഞ്ഞു. ഒരാൾ വരട്ടെ. കെ കരുണാകരന്റെ മകളെന്ന നിലയിൽ ലീഡറിന്റെ ധാരാളം ഗുണവിശേഷങ്ങൾ പത്മജയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും എന്ത് പ്രശ്നത്തെയും നേരിടാനുള്ള ധൈര്യം. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് പത്മജ രാഷ്ട്രീയത്തിൽ വരണമെന്ന് പലപ്പോഴായി ലീഡറോടും പത്മജയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോൺഗ്രസിൽ വിടുന്നതിന് മുമ്പ് പത്മജയുടെ രാഷ്ട്രീയ പ്രവേശനം എന്ന നിലയിൽ പത്മജയെ KTC ചെയർപേഴ്സൺ ആക്കണമെന്ന് AK ആന്റണിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആന്റണി എന്നോട് സമ്മതിക്കുകയും ചെയ്തു. ഞാൻ കോൺഗ്രസ് വിട്ടതിന് ശേഷമാണ് പത്മജ KTDC ചെയർപേഴ്സണായി വരുന്നത്. പത്മജ KTDC ചെയർപേഴ്സൺ ആകുമെന്ന് അന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല, കാരണം അന്ന് സത്യം പറഞ്ഞ ചെറിയാനൊരു സഹോദരന്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് എനിക്ക് ആ കാര്യം. ഞാനിങ്ങനെ എന്തെങ്കിലും അച്ഛൻ്റെ അടുത്ത്, ചെറിയാൻ ഭയങ്കര സ്വാതന്ത്ര്യം എൻ്റെ അച്ഛൻ്റെ അടുത്ത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചെറിയാനെ പിരിച്ചുവിടും. അപ്പൊ ചെറിയാൻ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് ആരോടും പറയാനൊന്നും പറ്റില്ല മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ടെന്ന്. അപ്പൊ എന്നാ ഞാൻ പോയി പറയട്ടെ, താൻ പോയി എന്താ അച്ഛൻ ചെയ്യുന്ന പറഞ്ഞു. അങ്ങനെ ചെറിയാനാണ് AKയുടെ അടുത്ത് പോയി ഇത് സംസാരിക്കുന്നതും. അപ്പം പറഞ്ഞു, അതിനെന്താ പത്മയെ പിടിക്കുകയാണല്ലോ, പത്മയെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു കെമിസ്ട്രിയിലാണ് ഞാൻ ശരിക്കും അച്ഛനല്ല സഹായിച്ചത്. KTDC ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ശരിക്കും ചെറിയാനും AKയാണ് അക്കാര്യത്തിൽ എൻ്റെ കൂടെ. പത്മജയ്ക്ക് യഥാർത്ഥത്തിൽ കോൺഗ്രസിലുള്ള സുഹൃത്തുക്കളെക്കാളും കൂടുതൽ സുഹൃത്തുക്കളുള്ള കോൺഗ്രസിന്റെ പുറത്താണ്. എല്ലാ പാർട്ടിയിലും ഉണ്ട്, എല്ലാ പാർട്ടിയിലും. ഡോക്ടറെ ശരിയല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയാം. മകളുടെ കല്യാണം ക്ഷണിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടത് പിണറായിയുടെ വീട്ടിൽ പോയപ്പോഴും കോടിയേരിയുടെ വീട്ടിൽ പോയപ്പോഴൊക്കെ. നാനാർ സാർ പിന്നെ ഞങ്ങളെ ഞാൻ എന്നും അച്ഛൻ കഴിഞ്ഞാൽ അടുത്ത് റെസ്പെക്ട് ചെയ്തൊരു ഇങ്ങനത്ര ഒരു മനുഷ്യനെ കാണില്ല. അതൊക്കെ രാഷ്ട്രീയം. അദ്ദേഹത്തിൻ്റെ PR-ഉം ആ ജനങ്ങളോടുള്ള പെരുമാറ്റവും തമാശ കൂടെ കാര്യം അദ്ദേഹം പറയും, ആരും വേദനിപ്പിക്കില്ല. സ്വന്തം പാർട്ടിയിലെ ആൾക്കാരാണ് കുറെ കണ്ണുനീര് കുടിപ്പിച്ച് പറഞ്ഞത് അല്ലേ? പാർട്ടിയിലെല്ലാം ഇപ്പോഴും കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എനിക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം ഇത് ചെറുപ്പം തൊട്ട് ശീലമായതുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ അതിലും നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. എല്ലാവരും ഒന്നും മോശമല്ല. എനിക്ക് തോന്നുന്നത് കൂടുതലും അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റിയിട്ടുള്ളവരാണ് എന്നെ വേദനിപ്പിച്ചിട്ടുള്ളത്. അധികം ആനുകൂല്യങ്ങൾ പറ്റാത്തവർ എൻ്റെ ഒരു അച്ഛൻ്റെ ഒരു പാർട്ടി പ്രവർത്തനമുണ്ട്, ഒരു പാവപ്പെട്ടവനാണ്. അവന് വീട്ടിൽ വന്നാൽ ഒരിക്കലും ഭക്ഷണം കഴിക്കില്ല. അപ്പം ഞാൻ ചോദിക്കും, എത്ര ലേറ്റ് ആയാലും ഭക്ഷണം കഴിക്കില്ല. ഇല്ല ചേച്ചി, ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ ഞാൻ ഇവിടെ എതിരായി പോകും. ജമാൽ എന്നിട്ടൊരു മുസ്ലിം ഒരിക്കലും ഞാൻ ഇവിടുന്ന് കഴിക്കില്ല, കഴിച്ചാൽ ഞാൻ ഇവിടെ എതിരായി പോകുന്നു. അതായത് ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരെ എതിരാവുന്നൊരു തോന്നല് പാർട്ടി പ്രവർത്തകരുടെ ഉള്ളിൽ തന്നെ. ലീഡർ എന്നോട് പറഞ്ഞോണ്ട് താൻ മാത്രം ഒരു ശുപാർശയ്ക്ക് അടുത്ത് വന്നിട്ടില്ല കേട്ടോ. അതായത് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. അതായത് അവസാന ഘട്ടമായതിന് മൂപ്പർക്ക് ആര് അതേമാതിരി അച്ഛനോട് നല്ല ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നാണ് ബ്രിട്ടാസ്. അന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതെ, ഒരുപക്ഷെ പല കാര്യങ്ങളെ കുറിച്ചും ലീഡറോട് പറയാനൊരു സ്വാതന്ത്ര്യം ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ ലീഡറുടെ ഈ വിദ്യാഭ്യാസമുള്ള ആൾക്കാരോട് അച്ഛന് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. അച്ഛന് ആ കാലത്ത് അച്ഛൻ്റെ അത്ര ഉന്നതമായ വിദ്യാഭ്യാസം കിട്ടാത്ത കാരണം പഠിച്ച ആൾക്കാരോട് അച്ഛന് ഭയങ്കര റെസ്പെക്റ്റ്. ഞാൻ IAS-കാരോടും IPS-കാരോടൊക്കെ എന്ത് മാന്യമായിട്ട് അച്ഛൻ പെരുമാറാൻ വന്നത്. ഒരു ചീത്ത പറയും, ഒരു ഫയൽ തെറ്റിച്ചാൽ പറയും, ഒന്നും പല കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഈവൻ എനിക്ക് ഓർമ്മയുണ്ട്, ജോസ് തോമസ് ഒക്കെ കരുതുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ CM പോസ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജോസ് തോമസ് അന്ന് ഇതായിരുന്നു, പുള്ളി കണ്ണീര് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ലീഡറെ കീഴിൽ എന്താ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അത്രയും ഓഫീസർമാരോടും ആ പെരുമാറ്റം എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ട് ഭരിക്കാൻ സമ്മതിക്കില്ല. അതായത് ഉദ്യോഗസ്ഥന്മാരിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കും, ലീഡറെ ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും അതെനിക്കറിയാം, അത് ഞാനിരിക്കുന്ന ക്യാബിനറ്റിലാണ്, പക്ഷേ ഇത് മാറ്റി എഴുതി കൊണ്ടുവരാനാണ് നിങ്ങൾക്ക് വിവരം IAS ഒക്കെ തന്നിട്ടുള്ളത്. CP നായരങ്ങൾ ഇന്നാളും കൂടി കണ്ടവരോട് പറഞ്ഞു, വേണു ആ കാലമൊക്കെ ഓർമ്മയില്ല, എന്താ എനിക്ക് ഏറ്റവും കൂടുതൽ തിളങ്ങിയ കാലം ലീഡർക്ക് CP നായർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വളരെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും, അതുകൊണ്ട് അവർ ചെയ്യും. പക്ഷെ അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് അവരുടെ കൂടെ നിൽക്കും. അതായത് അതാണ് അച്ഛൻ പറഞ്ഞിട്ടാണ് ഒരിക്കലും മറക്കില്ല. അച്ഛൻ മരിച്ച് 4 വർഷം കഴിഞ്ഞു. എന്നിട്ടും അച്ഛനോടൊപ്പം നിന്ന സ്റ്റാഫുകളെ
ഞാൻ ഉൾപ്പെടെ ഉള്ള ആളുകളെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് ശമ്പളവും അച്ഛനുള്ളപ്പോൾ കൊടുത്ത പോലെ ആഹാരവും കൊടുത്ത് പോകുന്ന ഈ രീതി തുടരാനുള്ള ആ നല്ല മനസ്സ് എങ്ങനെ നിലനിർത്തുന്നു എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അച്ഛൻ്റെ പി ആയിരുന്നു ബാലകൃഷ്ണൻ. അയ്യോ, നല്ലൊരു മനുഷ്യനാണ്. അതായത് പത്മജയ്ക്ക് ആ ഒരു ഗുണം കിട്ടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അവരിപ്പോഴും എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ. അച്ഛൻ്റെ സ്റ്റാഫ് മുഴുവൻ ആരും പോയിട്ടില്ല. ഡോക്ടർ തന്നെ ചിലപ്പോൾ ചോദിക്കും ഇവരൊക്കെ ശമ്പളം കൊടുത്തു. അപ്പം ഞാൻ പറയും അവർക്ക് വേറെ ഒന്നും ആലോചിക്കാൻ പറ്റില്ല നമ്മുടെ വീട് വിട്ടിട്ട്. ഞാനുള്ള കാലത്തോളം അവരെ നിലനിർത്തും, പിന്നെ എന്തോ ആയിക്കോട്ടെ എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ഒരുപാട് പ്രഹരം കിട്ടുമ്പോൾ പോലും ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിലെങ്കിലും സമാധാനവും സന്തോഷവും കിട്ടണം. പക്ഷെ ലീഡർക്ക് അതുണ്ടായില്ല. ലീഡർ ആ പ്രഹരങ്ങളുടെ എന്താ പറയുക അതിൻ്റെ ഒരു സമാപ്തിയിലാണ് ജീവിതം തന്നെ വിട്ടുപോയത്. പക്ഷെ അദ്ദേഹത്തിന് ആ അതൊക്കെ നേരിടാനുള്ളൊരു മനസ്സാന്നിധ്യം അപ്പോഴും ഉണ്ടായിരുന്നു. ആരും അറിയാണ്ട് ഞാനല്ല എൻ്റെ അച്ഛൻ്റെ കൂടെ വന്നിട്ടുള്ളത്. അതെല്ലാം എന്താ പറയേണ്ടത്, ഇതെനിക്കിങ്ങനെ വന്നല്ലോ എന്ന് ഒരിക്കലും അച്ഛൻ സങ്കടപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല. അത് എന്താ പറയണ്ട, ഇങ്ങനെ ഭൂമിയിൽ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ ഇതൊക്കെ എല്ലാവരും സഹിക്കേണ്ട കാര്യങ്ങളാണ്, എനിക്ക് മാത്രമുള്ളതല്ല. ഒരിക്കലും അതിൽ വേദനിക്കണത് അല്ലെങ്കിൽ ഒരാൾ എന്നെ വിട്ടുപോയി അയാൾ മറ്റേ പോയി എന്ന് പറയുമ്പോൾ ചിരിക്കും. അതായത് അയാൾ അത്രയേ ഉള്ളൂ എന്നുള്ളതാണ് അച്ഛൻ കാണിക്കുന്നത്. ചിലപ്പോൾ പറയും അവരുടെ മാതിരി ഞാൻ പറയാൻ പോയാൽ ഞാനും അവരും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. 1-2 സമയങ്ങളിൽ അച്ഛൻ കരഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് ഇന്ദിരാഗാന്ധി മരിച്ചിട്ട്, പിന്നെ ഒന്ന് സ്വന്തം അമ്മ അച്ഛൻ്റെ അമ്മ മരിച്ചപ്പോൾ, പിന്നെ എൻ്റെ അമ്മ മരിച്ചപ്പോൾ, പിന്നെ 2 വ്യക്തികൾ. ഒന്ന് ഞാൻ സീതി ഹാജി മുസ്ലിം ലീഗിൽ അച്ഛനായിട്ട് ഭയങ്കര ആത്മബന്ധമായിരുന്നു. പിന്നെ PP ജോർജ് മാഷ് തൃശ്ശൂരത്ത്. ഇവർ 5 പേരും മരിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ്റെ കണ്ണിൽ ഞാൻ കണ്ണീര് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇവരുമായിട്ടായിരിക്കും അച്ഛനെ ഏറ്റവും. ജോർജ് മാഷൊക്കെ അവസാന നിമിഷം അച്ഛനെ വിട്ടുപോയിട്ട് പിന്നെ ഒരിക്കലും അയാൾ ആക്റ്റീവ് പൊളിറ്റിക്സിൽ പോയിട്ടില്ല. അതോടെ വയ്യാണ്ടായി അങ്ങനെ മരിക്കുകയത്. എന്നിട്ട് ഒരു ദിവസം അവസാന കാലത്ത് അച്ഛനെ കാണാൻ വന്നപ്പോൾ 2 പേരും ഒന്നും സംസാരിച്ചില്ല, കൈ പിടിച്ച് അച്ഛനും കരഞ്ഞു അങ്ങോരും കരഞ്ഞു. അപ്പം അങ്ങനെ പല കാര്യങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞു എനിക്കൊരു ബുക്ക് എഴുതാനുണ്ടെങ്കിൽ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ പലരും തലവെക്കില്ല എന്ന്. കാരണം ഇന്ന് ഇരുന്ന് TV കൂടെ ചീത്ത പറയുന്ന ആൾക്കാർ പലരും ആരുടെയൊക്കെ കാലിൽ വീണിട്ടുണ്ട്, ആരുടെയൊക്കെ കാല് പിടിച്ചിട്ടുണ്ടെന്ന് അറിയുന്ന ഒരാൾ ഞാൻ മാത്രമാണ്. പക്ഷെ ഞാൻ ഇത് ആരോടും പറയാൻ പത്മജ സജീവ രാഷ്ട്രീയത്തിലായിപ്പോയതാണ് ഒരു പ്രശ്നം. ആണ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചിലപ്പോൾ ഇനി ഭാവിയിൽ ഞാൻ എഴുതിക്കൂടാന്നൊന്നും ഇല്ല കേട്ടോ. കാരണം ചിലപ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു വൈരാഗ്യവും വിഷമവും സങ്കടമൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറയും എനിക്ക് എഴുതാൻ അത്യാവശ്യം കഴിവുണ്ട്, എനിക്ക് വാക്കുകൾ വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ പറയും ഞാൻ എപ്പോഴെങ്കിലും ഇത് എഴുതും ഈ കാര്യങ്ങളൊക്കെ. കാരണം അച്ഛൻ്റെ കാലിൽ വീണാൽ ശരി അങ്ങനെയൊക്കെ, അല്ലാണ്ട് പലരും കാലിൽ വീണൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അവർ TV ഇരുന്നിട്ട് ഇങ്ങനെ പഴയ ചരിത്രം ഇങ്ങനെ പറയണത് കേൾക്കുമ്പോൾ എനിക്ക് വിളിച്ച് പറയാൻ തോന്നും. TV ആയതുകൊണ്ട് നിവൃത്തിയില്ലല്ലോ, അങ്ങോട്ട് കേൾക്കില്ലല്ലോ, നമുക്കിരുന്ന് പറഞ്ഞ് നമ്മുടെ ദേഷ്യം തീർക്കാം. പക്ഷെ എങ്കിൽ പോലും ഒരു പുസ്തകം എഴുത്ത് ആരംഭിക്കേണ്ട സമയമായി പത്മജ. എന്താ കാരണം വെച്ചാൽ പലരും ചെയ്യുന്ന പോലെ എഴുതുക, അതിനുശേഷം പിന്നീട് പ്രസാദനം പിന്നീട് ഒരു ഘട്ടത്തിൽ. അല്ല ഞാൻ എൻ്റെ പോയിന്റ്സ് ഒക്കെ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഞാൻ എന്താ അറിയോ, നമ്മൾ വേദനിച്ചു, ഇനി നമ്മൾ കാരണം വേറെ ആൾ എന്തിനാ വേദനിക്കണേന്നുള്ളൊരു നല്ല മനസ്സ് എവിടെയോ കിടക്കണോണ്ടാണ് ഇതുവരെ എഴുതാത്തത്. അച്ഛന്റെ ക്വാളിറ്റി കിട്ടിയത് ചെയ്യാൻ പാടില്ല, ഇപ്പൊ ഒന്നും ചെയ്യാൻ പാടില്ല എന്റെ അഭിപ്രായം. എന്താ വെച്ചാൽ UDF മാറി LDF വരുമ്പോ ഒരു പഴയ ഒരു LDFന്റെ ഒരു പ്രവർത്തകനെയോ ഒരു നേതാവിനെയോ ശിക്ഷിക്കാനോ ഒരു കേസ് അന്വേഷിച്ച് കൊടുക്കാനോ അച്ഛൻ ചെയ്തിട്ടില്ല. എനിക്കറിയാവുന്ന പല രഹസ്യങ്ങൾ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു, പലരെയും പറ്റിയുള്ളത്. അച്ഛൻ ഒരെണ്ണം പുറത്തെടുക്കില്ല. ഇന്ന് അതാണ് നടക്കുന്നത്. അല്ല, രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള അവസ്ഥയും ബന്ധവും അതും ഞാൻ കണ്ടിട്ടുണ്ട് പലരുമായിട്ടുള്ള. ഇപ്പം BJP-യിലാണെങ്കിലും LDF-ലാണെങ്കിലും എന്താ പറയണ്ടത്, അച്ഛന് സ്ഥിരമായിട്ട് ഡൽഹിയിലൊക്കെ കാണാൻ വന്നിരുന്ന ഇടതുപക്ഷ നേതാക്കളെ എനിക്കറിയാം ആരൊക്കെയാണെന്നുള്ളത്. അത്രയും അവരായിട്ടൊരു എന്താ പറയണ്ടത് വ്യക്തിബന്ധമാണ്. ചിലപ്പോൾ നാളെ പുറത്തിറങ്ങി രാഷ്ട്രീയമായിട്ട് ചീത്ത വിളിക്കുമായിരിക്കും, പക്ഷെ അവരുമായിട്ടുണ്ടായിരുന്ന ഒരു ആത്മബന്ധം അച്ഛന്. അത് ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് ആർക്കുമില്ല തമ്മിൽ. ലീഡറുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പം ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് പത്രസമ്മേളനങ്ങളിൽ ചോദ്യം കൊണ്ട് വീർപ്പ് പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ആയിട്ടില്ല. ഇത്രത്തോളം ഒരിക്കലും ഒരു പത്രസമ്മേളനത്തിൽ പോലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹത്തിനോട് മുഖ്യമന്ത്രി സ്ഥാനത്ത് രാജിവെക്കാൻ നരസിംഹറാവു ആവശ്യപ്പെടുക. അദ്ദേഹം തിരിച്ച് കേരള ഹൗസിൽ വരുന്നു. കേരള ഹൗസിൽ വന്ന് ആദ്യം ഇപ്പം കാണുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ പുള്ളി കാണാൻ തയ്യാറായി. ചിരി മായ്ക്കാതെ ആ പത്രസമ്മേളനം മുഴുവൻ അറ്റൻഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരാളും ഒരു രാഷ്ട്രീയ നേതാവിനും അതുപോലുള്ളൊരു ചങ്കുറപ്പ് ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഈ സർവ്വ കോണുകളിൽ നിന്നും വിമർശനങ്ങളും സർക്കാസവും കോമഡിയും അതും ഇതും
നല്ലൊരു കലാകാരനായിരുന്നു അല്ലേ? കലാകാരന്മാരെ വലിയ ബഹുമാനമാണ്. അതുകൊണ്ടായിരിക്കാം കലാകാരന്മാർക്കുള്ള പെൻഷനും എല്ലാം അദ്ദേഹം, കാരണം ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ട്. നന്നായി വരയ്ക്കുമായിരുന്നു. നന്നായിട്ട് ആ ഗുണം ആർക്കും വരച്ചത് വീട്ടിലുണ്ട് ഇപ്പോഴും. ആ ഗുണം ആർക്കും കിട്ടിയിട്ടില്ല. ചെറുപ്പത്തിൽ എനിക്ക് വരയ്ക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു, എന്നെ ആരും പഠിപ്പിച്ചില്ല. ചെറുപ്പത്തിൽ വരയ്ക്കാൻ ഞാൻ ഡോക്ടറെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. ആരെ പറഞ്ഞ പല പഠനങ്ങളും പൂർത്തിക്ക് ശേഷം അതുകൊണ്ട് അതുപോലെ ലീഡർ കേരളത്തിലെ ടെലിവിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ലീഡറായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇത് കഴിച്ചിരുന്നു, അന്നം കഴിച്ചിരുന്നത് ലീഡറെ നിർത്തിയത്. വരട്ടെ. നമസ്കാരം ചേച്ചി, സുഖാണല്ലോ അല്ലേ? ഞാൻ ചേച്ചിയോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ലീഡറുടെ ശബ്ദം ഒരു 2 വരി ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാണ്, വിത്ത് യുവർ പെർമിഷൻ. സംസാരിച്ച് സംയോജന ഗ്രാമവികസന പരിപാടി പോലുള്ള പദ്ധതികൾ സംസ്ഥാനത്ത് രൂപം കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ അങ്ങോട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല, നേരത്തെ ഇമിറ്റേറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ മിമിക്രിക്കാർ പിന്നെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളത് കരുണാകരൻ സാറിനെയാണ്. ലീഡർ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ലീഡർ അത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അത് സ്വീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകരായ മിമിക്രി താരങ്ങൾ ചേച്ചിയും പല വേദികളിലും നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇമിറ്റേഷനൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് എപ്പോഴെങ്കിലും വേദന തോന്നിയിട്ടുണ്ടോ? അത് വേണ്ടായിരുന്നു എന്നൊക്കെ എന്തെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്നറിയാൻ ഒരാഗ്രഹമുണ്ട്. ഒരുപക്ഷെ ചില ആൾക്കാരൊക്കെ പറയുന്നത് പോലെ എനിക്കിങ്ങനെ ഒരു പ്രശ്നമില്ല, അത് അവരുടെ കലയല്ലേ, അവരങ്ങനെ ചെയ്തോട്ടെ എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. സത്യം പോലെ പറയൂ ചേച്ചി. അല്ല, ആ പറഞ്ഞു തന്നെയാണ് സത്യം. നമുക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഒരിക്കൽ ഗുരുവായൂർ ഒരു ഫംഗ്ഷന് ചെന്നപ്പം കോട്ടയം നസീറായിരുന്നു. അപ്പം നസീർ ആദ്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇന്ന് ചേച്ചീനെ ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്, ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോവാം. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാനിപ്പോൾ ടി വിയിൽ കാണുന്ന ഇവിടെ ഇരുന്ന് കാണണമെന്നല്ലേ ഉള്ളൂ. ഞാൻ വളരെ കൂളായിട്ട് അത് ഇരുന്ന് കണ്ടു. അപ്പം അച്ഛനെ വരെ പറ്റി പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. അതായത് നമുക്കൊരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റാൻ ബുദ്ധിമുട്ട്, എന്നെ കൊണ്ട് ഒരാൾ ജീവിച്ചു പോകാൻ വെച്ചാൽ അത് നല്ല കാര്യമല്ലേ എന്ന്. അപ്പം അങ്ങനെ വീട്ടിലെ പോസിറ്റീവായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കാണാറുണ്ട് രാത്രി. ഡോക്ടർ എന്നാലും ഇങ്ങനെ പത്മജയെ പുരിച്ചുത്തലൈവി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അഭിസംബോധന ചെയ്തുകൊണ്ടൊക്കെ സത്യമൊന്നും തോന്നാറില്ല. ഇല്ല, ഈ കൂടെ കൂടിയതിന്റെ ഒരു ഗുണം എനിക്ക് തോന്നുന്നു. എല്ലാം ഈസി. അല്ല, അത് തമാശ അല്ലാണ്ട് കേട്ടൊരു സന്ദർഭമുണ്ട്. ഞാൻ ചാലക്കുടിയിലെ ഇലക്ഷന് പോയപ്പോഴേ അച്ഛന്റെ പ്രചരണത്തിന് പോയപ്പം അവിടെ ഒരു തമിഴ് ഏരിയ ഉണ്ട്. അപ്പൊ അന്ന് ഞാൻ നല്ല വണ്ണവും ഒക്കെ ഉണ്ട്. അപ്പൊ കാണാനൊരു ജയലളിത ടൈപ്പാണ്. അപ്പൊ എനിക്കിപ്പോഴുണ്ട് ഒരു ടാറ്റ സിയറുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് പോകുമ്പോ എല്ലാവരും പുരട്ചി തലവി. ഞാൻ അതവര് മനസ്സുകൊണ്ട് പറഞ്ഞു, അല്ലാണ്ട് എന്നെ കളിയാക്കി എന്താണെന്നൊന്നും ആരാന്ന് പോലും അറിയില്ല. അപ്പൊ ഞാൻ തമാശയാക്കി പറഞ്ഞാണെങ്കിലും കണ്ട അവര് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഞാനും സിദ്ദിഖും മറ്റേ കൊച്ചിൻ ഹനീഫെ കൂടി ഇരുന്ന ഒരു പ്രോഗ്രാം കണ്ടോണ്ട് ഒരേ ലൈനിൽ ഇരുന്ന് കാണാം. അപ്പോൾ അച്ഛൻ എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സിദ്ദിഖിന് പ്രയാസം, സിദ്ദിഖ് അത് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. എന്നെ ഡോക്ടർ വിരോധമൊന്നുമില്ല, ഞാൻ സിദ്ദിഖിനെ മക്കളൊക്കെ ഞാൻ നോക്കിയിരുന്നല്ലോ, ഡയറക്ടർ സിദ്ദിഖില്ലേ. എനിക്കൊന്നുമില്ല സിദ്ദിഖ്. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പിന്നെ അത് പല ടി വിയിൽ ഇങ്ങനെ എടുത്ത് കാണിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഡോക്ടർ അതിൽ വിഷമമില്ലേ? ഒരു വിഷമമില്ല, അച്ഛനെ എൻജോയ് ചെയ്യാൻ കണ്ടിട്ടില്ല. അച്ഛനെ പേര് കാണിക്കുന്നൊക്കെ അച്ഛൻ എൻജോയ് ചെയ്യും. അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാതിരിയാണ്. ചെറുപ്പം തൊട്ടേ എനിക്കൊരു 15 വയസ്സ് തൊട്ടേ ചോദിക്കുന്നതാണ് എൻ്റെ ചേച്ചിയാണോ എൻ്റെ ചേട്ടനാണോ. അതേമാതിരിയാണ് നമ്മൾ വീട്ടിൽ നമ്മൾ ഫ്രണ്ട്സുമാരിയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അതേമാതിരി അമ്മ നമുക്ക് വേണ്ടി ഒബാമേനെ ഒരു വിളിക്കുന്നു അച്ഛനെപ്പോഴും പറയും. അപ്പം അങ്ങനെയുള്ള ഒരു അമ്മേൻ്റെയും അച്ഛൻ്റെയും മോളായിട്ട് ജനിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. മുത്തച്ഛൻ്റെയും അമ്മൂമ്മേൻ്റെയും കയ്യിൽ നിന്ന് അമ്മയ്ക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താണ്? അത് അമ്മ എങ്ങനെയാണ് അമ്മേൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്? മകളെ ഇടയ്ക്ക് പത്മജ അനുജിത്തി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരുന്നു, എന്നെ പരിചയപ്പെടുത്തി. എനിക്ക് ഇപ്പോഴും പരിചയപ്പെടുത്തി. ആദ്യം എന്നോട് പറഞ്ഞു അനുജത്തി എന്ന് പറഞ്ഞു, സന്തൂർ സോപ്പിന്റെ. അതെ അതെ, അത് കഴിഞ്ഞ് പറഞ്ഞു അല്ല മകളെ കേട്ടോ. അല്ല മോളെ, അമ്മയുടെ ശരിക്കും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഭക്ഷണം. അമ്മ എങ്ങനെയായിരുന്നു, എണീറ്റ് തൊട്ട് രാവിലെ ആകുമ്പോൾ കാണാൻ ഓരോരുത്തരെ ഭക്ഷണം കഴിപ്പിക്കാൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കുക്കിംഗ് വലിയ വശമൊന്നുമില്ല. RCCയിലേക്ക് ഒരു 10 പാർച്ച, മെഡിക്കോളിലേക്ക് ഒരു 3 പാർച്ച, അവിടുന്ന് ക്ലിഫോസിൽ നിന്ന് പോകും. ക്യാൻസറിന്റെ കിടന്ന ഭക്ഷണം അവിടെ നിന്നാണ്. ഒരു രോഗികൾക്കുള്ള റൂമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. കാരണം മാളയെന്നും തൃശ്ശൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ വരുന്ന പേഷ്യൻസ്. അമ്മയ്ക്ക് ഇതാ പണി, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തെങ്കിൽ അത് കഴിയുമ്പോൾ ഒരു 10-15 പേര് ഭക്ഷണം കഴിക്കാനുണ്ടാവും. അമ്മയുടെ ജീവിതം, അമ്മയുടെ ആരോഗ്യം പോലും അമ്മ നോക്കാതെ ഇരുന്നത് ഈ ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെ നടന്ന് സ്വന്തം ആരോഗ്യം നോക്കിയില്ല. അച്ഛനേക്കാളും സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടം അമ്മോടായിരുന്നു. അതെ അതെ, എനിക്ക് തോന്നുന്നു അമ്മയുടെ
സാന്നിധ്യത്തിൽ വരുമ്പോഴാണ് അവരെ കുറച്ചും കൂടി വളരെ അമ്മയെ എല്ലാവരും അമ്മയായിട്ട് കണ്ടു. അതെ അതെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മ മരിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാളിങ്ങനെ ചുമരുമ്പോൾ മുഖം പൊത്തി കരയണം. നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ KPC പ്രസിഡന്റ് VM സുധീരൻ. കാരണം കുട്ടി മറ്റേ അവിടെ അന്ന് അച്ഛൻ്റെ കൂടെയായിരുന്നു, ഒരിടയ്ക്കാണല്ലോ തെറ്റിപ്പോയത്. അപ്പോൾ തൃശ്ശൂർ പൂന്നത്തെ വീട്ടിൽ രാത്രി വരെ അച്ഛൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് ഇറങ്ങാൻ പോകുമ്പോൾ അമ്മ നിർബന്ധിച്ച് പിടിച്ച് ഇരുത്തുന്ന രംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ വീട്ടിൽ നിങ്ങൾക്ക് വേറെ ഭക്ഷണം ഉണ്ടാവും, എന്നാലും നീ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പം അമ്മ എന്നാ വിളിച്ചിരുന്ന പോലും. അപ്പം എനിക്ക് എത്രയും സ്നേഹം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത് അമ്മ മരിച്ച സമയത്താണ്. ഞാൻ നോക്കുമ്പോൾ ചുമരുമ്പോൾ ഇങ്ങനെ മുഖം പൊത്തി കരയണു ആള്. അച്ഛനേക്കാളും അറ്റാച്ച്മെന്റ് അവർക്കൊക്കെ അമ്മയുടെ അടുത്തായിരുന്നു കൂടുതൽ. അമ്മ അതേസമയം മറ്റു കാര്യങ്ങൾ ഇടപെട്ടിരുന്നില്ല. അമ്മയ്ക്ക് രാഷ്ട്രീയം അറിയില്ല. ഡയനാർ സാർ എന്നെ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോ ചില അച്ഛനെങ്ങനെ സ്വീകരിക്കാൻ ചെല്ലുമ്പോ പറയും, ഞാൻ നിങ്ങളെ കാണാനല്ല ഓറെ കാണാനാ വന്നത്. അങ്ങനെ അറിയാം. വേറെ തമാശ ഇവിടെ ഉണ്ട്. ഇങ്ങനെ അച്ഛൻ ഇലക്ഷൻ തോറ്റ് എല്ലാവരും സങ്കടപ്പെട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അമ്മ അപ്പൊ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഷൂറാണ്. അപ്പൊ കണ്ടോൺമെന്റ് ഹൗസിൽ പോകും. അപ്പൊ അമ്മയുടെ ഫസ്റ്റ് ചോദ്യമാണ്, അല്ല ക്ലിഫ് ഹൗസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ വിചാരിച്ചു അമ്മയ്ക്ക് ആദ്യമായിട്ട് രാഷ്ട്രീയ ബോധം ഉണ്ടെന്ന്. ഓ നീ വിഷമിക്കൊന്നും വേണ്ട, തോറ്റയില് നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്തൊരു വരവ് വരുന്ന ഇപ്പോൾ ഉടനെ അമ്മ പറയാം, അല്ല ഈ 10-15 ദിവസം കൊണ്ട് ക്ലിഫ് ഹൗസ് മാറണ്ടേ? വേണം, അല്ല നമ്മുടെ പശുക്കളൊക്കെ എവിടെ കൊണ്ട് കെട്ടുന്നത്? സിമ്പിളാണ് അമ്മ. അച്ഛൻ എന്നെ ചിരിച്ചു പോയി. തോറ്റേനെ ഇടയ്ക്കാണ് അമ്മയുടെ അമ്മയ്ക്ക് 5-6 പശുണ്ട്. കാരണം മക്കളെ എന്തായാലും കൂടെ ഒന്ന് പാൽ കുടിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അമ്മ അത് നെയ്യൊക്കെ ആക്കി കുറെ മുരളിയാട്ടിന് കൊടുത്തയക്കും. എനിക്ക് ഇതൊക്കെയാണ് അമ്മയുടെ ജോലികൾ. ബാക്കി രാഷ്ട്രീയം എന്താന്ന് നമുക്ക് അറിയില്ല. ഒരാൾ പറയട്ടെ. ഞാൻ എസെൻഷ്യലി ഒരു ഔട്ട്സൈഡറാണ്. ഐ എം എ വർക്കിംഗ് പ്രൊഫഷണൽ, ലിവ്ഡ് അബ്രോഡ് ഓൾ മൈ ലൈഫ്. എനിക്ക് ആദ്യത്തെ ഇംപ്രഷൻ ഫ്രം ദം വാസ് ദി എസെൻഷ്യൽ സിംപ്ലിസിറ്റി. യുനോ, അങ്കിളുടെയും ആൻറ്റിയുടെയും ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പബ്ലിക് ഫേസ് ആൻഡ് ദ പ്രൈവറ്റ് ഫേസ് was significant. It was quite simple, very appealing, and that is what drew me in first, to them. എനിക്ക് ചോദിക്കാനുള്ള question, how do they accommodate someone like myself whose political, social viewpoints are often completely different from what they stand for, but they still seem to accommodate it with ഒരുപാട് സ്നേഹം, lots of love and ഒരു can-do attitude. അതെങ്ങനെയാണ്? മരുമകനാണ്. മരുമകൻ നല്ല ജിമ്മിലൊക്കെ പോകുന്ന ആളാണ്. അതൊക്കെ ട്രെഡ്മില്ലൊക്കെ ചെയ്ത് ഭയങ്കര മലയാളത്തിൽ കമ്മിയാന്നല്ലോ. അപ്പം ആളൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അപ്പം ഞാൻ കല്യാണത്തിന് മുമ്പ് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ആളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ തന്നെ അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, ഓ ശരി മരുമകൻ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല. ഒന്നാമത്തെ രാഷ്ട്രീയം വീട്ടിൽ പറയില്ല. അപ്പൊ തമാശക്കാണ് ഞങ്ങളുടെ വീട്ടിൽ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയം പറയാം. അത് പറയുമ്പോൾ ഞാനും മരുമകനും ഭയങ്കരമായിട്ട് കോർക്കും. അപ്പൊ പിന്നെ പറഞ്ഞൊരു ഭയങ്കര ലവിങ് നേച്ചറാണ് ആള്. അവസാനം പറയും എനിക്ക് വിട്ടു തന്നോന്ന് പറയും. ഇപ്പൊ പിന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറി. ഇപ്പൊ നമ്മളെയൊക്കെ കണ്ടിട്ടായിരിക്കും, എന്നാലും പറയും നിങ്ങളുടെ ആൾക്കാരൊന്നും ശരിയല്ല, അമ്മയ്ക്ക് ഇത്രയും കഴിവുണ്ടായിട്ട് അമ്മേനെ എന്തിനാ മാറ്റി നിർത്തുന്നത്, ഇത് വേറെ പാർട്ടിയിലാണെന്ന് വെച്ചാൽ എന്ത് അംഗീകാരം കിട്ടിയാന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും എന്റെ അച്ഛൻ പോയിട്ട് പോലും ഞാൻ കോൺഗ്രസ് പോയിട്ടില്ല, നീ ആയിട്ട് എന്നെ കോൺഗ്രസ് പറഞ്ഞേക്കണ്ട. അമ്മയ്ക്ക് ജീവിതത്തിൽ കുറെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ജീവിതത്തിൽ അതിലേക്ക് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. അമ്മയുടെ മനസ്സിൽ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായി തോന്നിയ ഒരു അനുഭവം എന്താണെന്ന് ഒന്ന് പറയാമോ? അങ്ങനെ ചോദിക്കാനാണെങ്കിൽ മകന്റെ കല്യാണം ജനുവരിയിലായിരിക്കും. എല്ലാം ഉറപ്പിച്ചോ? ഏകദേശം. പ്രതിശ്രുത വധുവാരാണ്. അല്ല അതിങ്ങനെ നമ്മൾ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. പ്രണയവിവാഹമാണോ? അല്ല, അത് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഞങ്ങൾക്ക് ജാതകമൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും ചേരാണ്ടിരിക്കുമ്പോ ഞാൻ പറയും മോനെ എങ്കിൽ നീ പോയി കണ്ടുപിടിക്കേ. അല്ല അക്കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫോർവേഡാണ്. കാരണം എന്റെ മോളുടെ കല്യാണം തീരുമാനിക്കുന്നതിന് മുമ്പ് മോളെ വിളിച്ച് ചോദിച്ചു, മോളെ നിനക്ക് വല്ല അങ്ങനെ വല്ല. കാരണം അച്ഛൻ എൻ്റെ അടുത്ത് എത്രയോ കൊല്ലം പോയി ചോദിച്ച ചോദ്യമാണ്. കാരണം എൻ്റെ കല്യാണം തീരുമാനിച്ചപ്പോൾ അമ്മോട് ചോദിച്ചാൽ പറഞ്ഞു ഇപ്പോഴത്തെ പെൺപിള്ളേരാണ്, ചോദിച്ചു നോക്ക്, വല്ലതും മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നുമില്ല. കാരണം ഈ പോലീസുകാരും പട്ടാളത്തിന്റെ ഇടയിൽ ഇരിക്കണം, നമുക്ക് പ്രേമിക്കാനുള്ള പോലീസുകാർ അങ്ങോട്ട് നിൽക്കുമ്പോൾ പോലീസുകാർ. അതേമാതിരി തന്നെ എൻ്റെ മോളോടും ചോദിച്ചു. മോള് പറഞ്ഞില്ല അച്ഛനും അമ്മയും. എന്നാലും അതിനിടയ്ക്ക് എന്നാലും ഈ പിന്നെ തിരുവനന്തപുരത്ത് ഇങ്ങനെ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാർ പുറകെ കൂടിയിരുന്നു ആരെങ്കിലും? എങ്ങനെ കൂടാൻ? എന്നെ കാറിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും, കൊണ്ട് അവിടെ ഇറക്കും. എവിടെ ഫ്രണ്ടിലും ഇറക്കില്ല, ഉള്ളില്. പിന്നെ കാണുന്ന പിന്നെ വിമൻസ് കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്, അവിടെ ആണുങ്ങൾ ആരും ഇല്ല. പിന്നെ തിരിച്ച് നേരെ വീട്ടിൽ കൊണ്ടാക്കും.
ആരെ കാണാനാ? പിന്നെ എന്തൊരു ക്രൂരത ചെയ്ത ഡോക്ടറെ. ഭയങ്കര ഒരു പിക്നിക്കിന് പോകാൻ പറ്റില്ല. കാരണം അച്ഛൻ എപ്പോഴും കോൺട്രവേഴ്സി ഉള്ള ആളാണ്. എപ്പോഴും ലെറ്റർ വരും. അമ്മയ്ക്ക് ഇങ്ങനെ രക്തത്തിൽ എഴുതിയ ലെറ്ററൊക്കെ വരും. മക്കളെ തട്ടിക്കൊണ്ടുപോകും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, കൊല്ലും എന്നൊക്കെ പറഞ്ഞ്. അതോടുകൂടി ഞങ്ങളുടെ ലൈഫ്, ഞാൻ അതല്ലേ പറഞ്ഞു, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ലോകം കാണുന്നത്. ആളാന്ന് വെച്ചാൽ എന്നെ എല്ലാ സ്ഥലത്തും പ്രണയലേഖനം പോലും കിട്ടിയില്ല. എന്റെ പ്രണയലേഖനം എഴുതി അന്നത്തെ നല്ല അവസ്ഥ ആലോചിച്ച കച്ച ആഭ്യന്തരമന്ത്രി ഒരാളും അങ്ങനെ ധൈര്യമായിട്ട് എഴുതില്ല. ഇനി വേണമെങ്കിൽ ഞാൻ പ്രേക്ഷകർക്കോട് പറയാം, അന്ന് പ്രണയലേഖനം എഴുതണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം വേണം ധൈര്യമായിട്ട് എഴുതിക്കോ. നമ്പർ വിളിക്കാം. ഒരു കുഴപ്പമില്ല. അന്ന് നഷ്ടപ്പെട്ടു പോയതൊക്കെ പത്മജ ഒന്ന് വായിച്ച് ആസ്വദിക്കാൻ ഡോക്ടർക്ക് വിരോധമില്ല, സന്തോഷമുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് ഞാൻ 100% പറയട്ടെ, ഈ ഷോ കഴിഞ്ഞ് ഒരുപാട് പേരുടെ കത്ത് പറയാൻ പോവാണ്. ഒരു ടൈം പാസ് ആട്ടെ. എന്തായാലും മകന്റെ വിവാഹവും നിശ്ചയിച്ചിരിക്കുന്നു. പക്ഷെ മകൻ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, അതിനോട് പ്രതികരിക്കണം. സന്തോഷം. അല്ല, രാഷ്ട്രീയത്തിൽ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയത്തിൽ സന്തോഷത്തിനുള്ള വക പത്മജയ്ക്കില്ല. വളരെ കുറവാണ്. വളരെ ഇല്ല എന്ന് തന്നെ വേണം. അതെ, ദുഃഖങ്ങൾ മാത്രമാണ് കൂടുതലും. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നമ്മളെന്തോ ഒരു പരദേശയിലാണെന്നാണ് വിചാരം. പക്ഷെ അത് നമ്മൾ ശരിക്കും ഒരു മുൾക്കിരീടം വെച്ച് തന്ന മാതിരിയാണ് നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ പ്രൊഫഷനോട് ഇഷ്ടം എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതേ അറിയുള്ളൂ. കുട്ടിക്കാലത്തിൽ ഇപ്പം എനിക്കറിയാം, എൻ്റെ അച്ഛനും ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ കാണുന്ന ഒരാൾ. കാരണം ഞാൻ രാവിലെ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോവുക രാവിലെ 7 മണിക്ക്. അപ്പോഴും ഒരു 100 ആൾക്കാരുടെ ഇടയിൽ മുടിയൊന്നും ഇരിയിട്ടുണ്ടാവില്ല, കുളിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ അച്ഛൻ അങ്ങനെയല്ല. എൻ്റെ അച്ഛൻ പിന്നെ 5 മണിയാകുമ്പോഴേക്കും കുളിയും ഇതെല്ലാം കഴിഞ്ഞ് 4 മണിക്കൂറേ ഉറങ്ങുള്ളൂ. അപ്പോൾ ഇതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ആൾക്കാരെ എനിക്ക് പരിചയമുള്ളൂ. വേറൊരു ജോലിനെ പറ്റി രാഷ്ട്രീയത്തിലാണ് ജനിച്ച് ജീവിച്ചത്. അതുകൊണ്ടാണ് രാഷ്ട്രീയം അതിനോടുള്ള ഒരു പാഷനാണ് ശരിക്കും. ഒരു പക്ഷേ ഡോക്ടറെ എനിക്ക് തോന്നുന്നത് ഒരു ഇൻഡ്യൂഷനല്ലേ പത്മജയുടെ നല്ല കാലം വരാൻ പോവുക രാഷ്ട്രീയത്തിൽ. ജീവിതത്തിലൊക്കെ വളരെ സംതൃപ്തിയാണ്. മുത്തശ്ശിയായി, അമ്മ, എല്ലാ രീതിയിലും ഭാര്യ, എല്ലാ രീതിയിലും സന്തോഷം ഉണ്ടെങ്കിൽ പോലും തൻ്റെ കരിയറിൽ, പ്രൊഫഷണലിൽ അല്ലെങ്കിൽ വഴിത്താരയിൽ വലിയൊരു സക്സസ് പത്മജയെ തേടി വരട്ടെ, അല്ലെങ്കിൽ എവിടെയോ വലിയ സക്സസ് കാത്തിരിക്കുന്നു എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. അതല്ല, നമ്മളെപ്പോഴും നല്ലതിന് വേണ്ടി അതാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നല്ല രീതിയിൽ വരട്ടെ. അച്ഛന് കിട്ടിയ പോലത്തെ മുൾക്കിരീടങ്ങൾ കിട്ടാത്ത മുൾക്കിരീടം അല്ലാതെ വരട്ടെ. എന്തായാലും ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് തന്നെ സമയം പോയതറിഞ്ഞില്ല. ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. പക്ഷേ ഇനി പത്മജയുടെ ഈ പറഞ്ഞ വലിയ വിജയങ്ങൾ നേടിയ ശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ